ഇത് പിങ്ക് കളർ താമരയാണ് കേട്ടോ. ധാരാളം ഇതളുകളുള്ള ഒരു താമരപ്പൂവാണ് ഇത്. അപ്പോൾ ഇതിന്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത്. ഇതാണ്ടോ നല്ല ഭംഗിയിൽ, നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ നല്ല ഭംഗിയിൽ എല്ലാ ഇതളുകളും എല്ലാം വിരിഞ്ഞ് നല്ല വലിയ താമരപ്പൂക്കൾ ഉണ്ടായി നിൽക്കും. ഇപ്പോൾ ഇത് മഴ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ശക്തമായിട്ട് പെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു പൂമുട്ട് വിരിയാനായിട്ട് മടിച്ചു നിന്നു. അപ്പോൾ ഞാനൊന്ന് വിടർത്തി കൊടുത്തതാണ് കേട്ടോ. ഞാൻ ഈ ഇതളുകളെല്ലാം, ബാക്കിയുള്ള ഇതളുകളെല്ലാം വിടർന്നു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ അതാ എനിക്കിപ്പോൾ ഇതിങ്ങനെ നട്ടിട്ട് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇത് ചെറിയ പാത്രത്തിലാണ് ഞാൻ നട്ടുപോയത്. ഞാനിത് വിചാരിച്ചു ഇതൊന്ന് വലുതായി വന്നിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഇത് പൂക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഇത് ആദ്യമായിട്ടുണ്ടായിരിക്കുന്ന പൂവാണ് കേട്ടോ. പെട്ടെന്ന് ചട്ടി മാറ്റുക എന്നുള്ള കാര്യം എളുപ്പമല്ല, കാരണം ഇത് തുടർച്ചയായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് കുറച്ചും കൂടി ആയിക്കഴിഞ്ഞതിന് ശേഷം വലിയൊരു പാത്രത്തിലേക്കോ കുളത്തിലേക്കോ മാറ്റണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആരാണെങ്കിലും താമര നടുമ്പോൾ ഒരു വലിയ വട്ടമുള്ള പാത്രത്തിൽ തന്നെ നടുക കേട്ടോ. എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് പല ദിവസവും ചെന്ന് നോക്കൂട്ടെ ഈ ചെടിയൊന്ന് മാറ്റി നടണമല്ലോ എന്ന്. പക്ഷേ പുതിയ തണ്ടുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ തണ്ടുകളിലെല്ലാം പൂമുട്ടുകളും വരികയും ചെയ്യും, പൂ വിരിയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചെടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നുള്ള പേടിയുണ്ട്. അനക്കാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ പൂക്കൾ ഒന്നും ഇല്ലാത്തൊരു സമയം വരികയാണെങ്കിൽ മാത്രമേ എനിക്കിതിപ്പോൾ ചട്ടി മാറ്റാനായിട്ട് പറ്റുള്ളൂ. കണ്ടോ, ഞാനൊരു ചെറിയ ഒരു ബേസിനിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ബേസിനുകൾ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ നടാനായിട്ട്. പിന്നെ അതാണ്ടോ ഓരോ പൂമുട്ടുണ്ടായി വരുമ്പോഴും അതിൻ്റെ തണ്ടിൽ നിന്ന് തന്നെ ഇതാണ്ടോ പുതിയ ഇല വരും. ആ ഇലയോടൊപ്പം തന്നെ പൂമുട്ടും വരും. അപ്പോൾ ഓരോ നല്ല വലിയ പൊക്കത്തിലുള്ള ഇല വരുമ്പോഴാണ് ആ പൂമുട്ടും വരുന്നത് കേട്ടോ. ഇത് നല്ല ബലമുള്ള ഒരു ട്യൂബർ കൊണ്ടുവന്ന് നട്ടിട്ട് 1.5 മാസം എത്തിയപ്പോഴേക്കും എനിക്ക് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഇത് 1.5 മാസം മുൻപ് നട്ട ഒരു ചെടിയാണ്. അതാണ് പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ തണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വളർന്നു പോകുന്ന ഭാഗമുണ്ടല്ലോ, അതിനെ ആ ട്യൂബർ പോലെ വളർന്നു പോകുന്ന ഭാഗമുണ്ടല്ലോ, അതിനെ ഞാൻ തണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടോ ഓരോ ഇല പൊക്കത്തിലുള്ളത് വരുമ്പോഴും അതിൻ്റെ കൂടെയാണ് ഈ പൂമുട്ട് വരുന്നത്. പിന്നെ ഇലകൾ ചാഞ്ഞു കിടക്കുന്നുണ്ടാവും, വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഇലകൾ നമ്മൾ ഇതുപോലെ കിടക്കുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ, അത് നുള്ളിക്കളയണം കേട്ടോ. അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞ് ഈ ചെടിക്ക് നാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ ട്യൂബർ നടുന്ന സമയത്ത് ഈ ബേസിൻ്റെ ഉള്ളിലായിട്ട് അരഭാഗത്തോളം ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് മണൽ ചേർത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ഇത് മറ്റോ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി നടുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് പാടത്തു നിന്നുള്ള ചളി കൊണ്ടുവന്നിട്ട് അത് ഇട്ട് നിറച്ചതിന് ശേഷം അതിൽ നടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ വലിപ്പം കണ്ടോ, വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇലകൾ വളരെ വലിയ ഉയരത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ പൂ വന്നിരിക്കുന്നതും വളരെ വലിയ ഉയരത്തിലുള്ള ഒരു തണ്ടിൽ നിന്നാണ് പൂ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക തരം താമരയാണ്. എന്താണ് ഇതിൻ്റെ വെറൈറ്റി എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതാണോ വലിപ്പം കാണണം. ഇലകളും വലിയ ഫ്ലാറ്റ് ഇലകളാണ് കേട്ടോ. ഇതാകണ്ടോ വളരെ വലിയ ഇലകളാണ് ഉണ്ടായിരിക്കുന്നത്. നല്ല ഫ്ലാറ്റായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ.